Hello, welcome back to Learninu. So, RRBയുടെ NTPC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗൂഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര വേക്കൻസീസ് ഉണ്ട്, അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, എക്സാമിന്റെ പാറ്റേൺ എന്തൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു RRB വെബ്സൈറ്റുകൾ ഇത് പബ്ലിഷ് ചെയ്തത് സെപ്റ്റംബർ 13th ഓൺലൈൻ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 14th മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 13th ആണ്. 1-3 ഒക്ടോബർ 13th വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഡേറ്റ് ഫോർ ഫീസ് പേയ്മെന്റ് ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ്, അതായത് 13th കഴിഞ്ഞിട്ട് നമുക്ക് 14 to 15 നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒക്ടോബർ 16 to 25 വരെ നമുക്ക് മോഡിഫിക്കേഷൻ ഉള്ള ഒരു ടൈം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡേറ്റ്സ് എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പൊ ഇപ്പൊ എന്തായാലും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ ആദ്യം തന്നെ നേരത്തെ തന്നെ ഇതെല്ലാം ചെയ്തു വെക്കാം. ഇനി ഇതിൽ നമ്മൾ വേക്കൻസീസിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ നമുക്ക് എല്ലാ RRBസും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാ RRBസും കൂടെ ചേർന്നിട്ട് 1736 വേക്കൻസി ആണുള്ളത്. ദെൻ സ്റ്റേഷൻ മാസ്റ്റർ നോക്കുകയാണെങ്കിൽ 994, ഗുഡ്സ് ട്രെയിൻ മാനേജർ 3144, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 1507 ആൻഡ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732. അങ്ങനെ ടോട്ടൽ 8000+ വേക്കൻസീസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഗ്രാജുവേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇക്വാലന്റ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. അപ്പൊ നമുക്കൊരു 3 year റിലാക്സേഷൻ ഓട് കൂടിയാണ് 18 to 36 എന്ന് വരുന്നത്. അപ്പൊ 18 to 36 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ 18 to 36 ആണ് ഏജ് ലിമിറ്റ് ആസ് ഓൺ 1/1/2025 ആണ് പറയുന്നത്. ഇനി ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൽ തന്നെ നമുക്ക് റിലാക്സേഷൻ വരുന്ന കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ജനറൽ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്കാണ് 18 to 36 വരുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് ഓരോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാറ്റഗറി വൈസ് വരുന്ന ഏജ് റിലാക്സേഷന്റെ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഏജ് റിലാക്സേഷൻ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ അപ്പർ ലിമിറ്റും അതുപോലെ ലോവർ ലിമിറ്റും ഏത് ഡേറ്റ് വെച്ചിട്ട് തന്നെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് എന്റെ ഏജ് ഇതാണ് എന്നുള്ളതല്ല, ആ ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ വരുന്നവർക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എത്ര ഇയേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കി അത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമിനേഷൻ ഫീ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ നമുക്ക് 500 rupees ആണ് വരുന്നത്. ആ 500 rupeesൽ 400 ഷാൾ ബി റീഫണ്ടഡ് ഡ്യൂലി ഡിഡക്ടിങ് ബാങ്ക് ചാർജസ് ഓൺ അപ്പിയറിംഗ് ഫസ്റ്റ് സ്റ്റേജ്. അതായത് നമ്മൾ NTPC എക്സാമിന് സ്റ്റേജ് 1 സ്റ്റേജ് 2 രണ്ട് എക്സാംസ് ആണ്. അപ്പൊ ഈ 500 rupees നമ്മൾ അടച്ചിട്ട് സ്റ്റേജ് 1 നമ്മൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബാങ്ക് ചാർജ് ഡിഡക്ട് ചെയ്ത് ബാക്കി 400 നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് PWBD ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിന്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരുന്നവർക്ക് 250 rupees ആണ് വരുന്നത്. ആ ഫീ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എഴുതി കഴിഞ്ഞാൽ അതും നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അപ്പൊ ക്ലോസിംഗ് ഡേറ്റിന് മുന്നായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ ഫീസും അടയ്ക്കുക, ഓൺലൈൻ ആയിട്ട് ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് എക്സാമിനെ കുറിച്ച് പറയാം. സോ നമുക്ക് ഈ ഒരു എക്സാമിന്, അതായത് NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് രണ്ട് ടെസ്റ്റുകളാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്റ്റേജ് 1, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്റ്റേജ് 2. അപ്പൊ സ്റ്റേജ് 1-ലാണെന്നുണ്ടെങ്കിൽ 90 മിനിറ്റ്സിന്റെ എക്സാം ആയിരിക്കും. അതിൽ ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ അവയർനെസ് 40 marks, മാത്സ് 30, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30. അങ്ങനെ ടോട്ടൽ 100 questions 90 മിനിറ്റ് ആണ് വരുന്നത്. അപ്പൊ CBT 1 നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ക്രീനിങ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. അത് ക്ലിയർ ചെയ്താൽ നമുക്ക് CBT 2 എഴുതാൻ പറ്റാം. അവിടെയും 90 മിനിറ്റ്സ് ആണ്. അതിലും ജനറൽ അവയർനെസ്സും മാത്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് തന്നെയായിരിക്കും. പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണ്. ജനറൽ അവയർനെസ് 50 ആവും, മാത്സ് 35 ആവും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35. അങ്ങനെ ടോട്ടൽ 120 മാർക്കിനുള്ള 120 questions ആണ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്.
ഇനി നമുക്ക് ഇതില് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം എല്ലാ പോസ്റ്റുകളിലേക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. അത് കൂടാതെ നമ്മൾ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്, അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിനും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ ഉണ്ടാവും. ബാക്കിയുള്ള 2 പോസ്റ്റ്, ഇപ്പൊ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണെങ്കിലും ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണെന്നുണ്ടെങ്കിലും അത് ഉണ്ടാവില്ല. ഈ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഇതിനകത്ത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് RRB NTPC യുടെ കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ ലേണിനോ ആപ്പിൽ അവൈലബിൾ ആണ്. CBT 1 CBT 2 2 എക്സാംസിനും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഈ ഒരു കോഴ്സ് എടുത്താൽ മതി. ഇതിനകത്ത് നിങ്ങൾക്ക് ലെക്ചർ വീഡിയോസ്, MCQ വീഡിയോസ്, ഷോർട്ട് നോട്ട്സ്, അതേപോലെ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു PYQ സീരീസ് തന്നെയുണ്ട്. അതുകൂടാതെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പീരിയോഡിക് അസസ്മെന്റ് ടെസ്റ്റ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ മെന്ററിങ്ങോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് 1 ഇയർ വാലിഡിറ്റിയിൽ പർച്ചേസ് ചെയ്യാം. സോ RRB റെയിൽവേയിൽ ഒരു ജോലി എന്നൊരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ലേണിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാം. സോ ഈ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.